സ്വിറ്റ്സർലൻഡിന്റെ ഇന്നത്തെ പരാജയത്തിന് കാരണം അവരുടെ മാനേജർ തന്നെയാണെന്ന് പറയാതിരിക്കാൻ വയ്യ. ഇത്രയും കളികൾ കണ്ടതല്ലേ അർജന്റീനയുടെ. എല്ലാ മത്സരവും ഒരേ പാറ്റേൺ, ഒരേ രീതി. സോ അതിനനുസരിച്ച് ഒന്ന് പ്ലാൻ ചെയ്തുകൂടായിരുന്നു മച്ചാനെ. അർജന്റീനയ്ക്കെതിരെ സ്കോർ ചെയ്യാൻ പറ്റുന്നേ. നിങ്ങളൊന്ന് എടുത്ത് നോക്കിയേ, അവസാന ലീഗ് മത്സരം മുതൽ ഇങ്ങോട്ട് എല്ലാ മത്സരങ്ങളിലും അർജന്റീന ഗോൾ കൺസീഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അർജന്റീനയുടെ ബാക്ക് ബോളിലൊക്കെ പ്രശ്നങ്ങളുണ്ട്, പ്രോബ്ലംസ് ഉണ്ട്. അവർ ഗോൾ കൺസീഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ പ്രോപ്പർ വേയിൽ അറ്റാക്ക് ചെയ്താൽ അർജന്റീനയോട് സ്കോർ ചെയ്യാൻ കഴിയും. കബോ വെർദയുടെ മാച്ച് കണ്ടതല്ലേ, ഈജിപ്തിന്റെ മാച്ച് കണ്ടതല്ലേ, എന്തിന് ഇന്ന് സ്വിറ്റ്സർലൻഡ് അടിച്ച ആ ഗോള്. സോ വാട്ട് എ ബ്യൂട്ടിഫുൾ ടീം ഗോൾ എന്ന് തന്നെ പറയാം. കാരണം അത്ര ടാക്ടിക്കലായി മൂവ് ചെയ്ത് ബിൽഡ് ചെയ്ത് നല്ല പ്രോപ്പർ ഫിനിഷ്, കിഡിലം ഗോളായിരുന്നു. സോ പ്രോപ്പർ ആയിട്ട് ടാക്ടിക്കലി അർജന്റീനയെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അർജന്റീനയ്ക്കെതിരെ ഗോൾ നേടാം എന്നുള്ള കാര്യം മനസ്സിലാക്കാവുന്നത് ഒരു നോർമൽ, എന്താ പറയാ, ഒരു ബേസിക് നോളജ് ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അപ്പോൾ അർജന്റീനയുടെ ബാക്ക് ബോളിലൊക്കെ പ്രശ്നങ്ങളുണ്ട്, കൺസീഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ മത്സരങ്ങളെല്ലാം എടുത്ത് നോക്കി കഴിഞ്ഞാൽ അർജന്റീന ക്ലീൻ ഷീറ്റുകൾ ഇല്ല എന്നുള്ള കാര്യം നമ്മൾ മറക്കാതിരിക്കുക. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, അർജന്റീന കളി അവരുടേതാക്കി മാറ്റുന്നത് അവസാന 10 മിനിറ്റുകളാണ്. അപ്പോ ആ സമയത്ത് വേണ്ട രീതിയിലുള്ള ഡിഫൻസ് സെറ്റ് ചെയ്യണമായിരുന്നു. ഇപ്പോ ഞാൻ കഴിഞ്ഞ കളിയിൽ പറഞ്ഞതുപോലെ ഈ ഈജിപ്തിന് സംഭവിച്ചതുപോലെ തന്നെയാണ് ഇവർക്കും സംഭവിച്ചിട്ടുള്ളത്. അതായത് ഡിഫൻസിലേക്ക് വലിയുമ്പോൾ അർജന്റീനയുടെ കാലിൽ ബോൾ കൊടുത്തിട്ട് അവർ ബോളും കൊണ്ട് വരുമ്പോൾ തടുത്തിടാമെന്നുള്ള പരിപാടി നടക്കില്ല. അർജന്റീന അടിച്ച് വല കീറും. അത് വെറുതെ ആയിട്ടുള്ള മത്സരം തൊട്ട് നമ്മൾ കാണുന്നതാണ്. അപ്പോ അങ്ങനെയല്ല ഡിഫൻസ് ചെയ്യേണ്ട രീതി, അങ്ങനെയല്ല. ഡിഫൻസ് എന്ന് പറയുമ്പോൾ അടുത്തിടൽ മാത്രമല്ല, ബോൾ ഹോൾഡ് ചെയ്യുക, കാലിൽ വെക്കുക, ടൈം ഡിലേ ചെയ്യുക, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അർജന്റീനയ്ക്ക് ബോൾ കൊടുക്കാതെ കളിക്കുക എന്നുള്ളതാണ് ഡിഫൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവരുടെ കാലം ബോൾ കൊടുത്തോണ്ട് എന്തോന്ന് ഡിഫൻസ്. അപ്പോ ടാക്ടിക്കലി വന്ന പ്രോബ്ലംസ് ആണ്. ഇപ്പം ആ ഒരു റെഡ് കാർഡ് എന്ന് പറയുന്നത് പ്രോപ്പർ അത് കാർഡ് കൊടുക്കുന്ന സാധനം തന്നെ. എന്തിനാ അങ്ങനെ ഒരു ജമ്പ് നടത്തിയെന്ന് ചോദിച്ചാൽ എന്തിനു നടത്തിയില്ല, എന്നിട്ട് ഫൗളിൽ നിന്ന് പോയി അപ്പീൽ ചെയ്തിരിക്കുന്നു. പുള്ളി പോയി വാറ് നോക്കിയിട്ട് വന്ന് യെല്ലോ കാർഡ് കൊടുത്ത് റെഡ് കൊടുത്ത് കയറ്റി വിട്ടു. അപ്പോ ആ ഒരു എന്താ പറയാ, അത് അവരുടെ ഒരു പ്രോപ്പർ സ്ട്രൈക്കറാണ് പുറത്തേക്ക് പോകുന്നത്. ആ ഒരു ഇൻസിഡന്റിന് ശേഷം ഇവർ മൊത്തത്തിൽ ബാക്കിലേക്ക് വലിച്ചിട്ട് എന്താ ഇങ്ങനെയുള്ള പരിപാടിയാണ്. അപ്പൊ അത് അർജന്റീന എന്തായാലും അടിച്ചിടും. കാരണം അവരുടെ കാലെ ബോൾ കൊടുത്തുകൊണ്ട് തടുത്തിടാൻ നിന്ന് കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല മച്ചാന്മാരെ. അപ്പൊ രണ്ട് രീതിക്ക് പ്ലാൻ ചെയ്തിരുന്നെങ്കിൽ സ്വിറ്റ്സർലൻഡിന് ഒരുപക്ഷെ കയറി വരാമായിരുന്ന ഒരു കളിയാണ്. പിന്നെ എന്റെ ഒരു അഭിപ്രായത്തിൽ സ്വിറ്റ്സർലൻഡ് ഒരിക്കലും ഡിസേർവ് ചെയ്തിരുന്ന ഒരു സ്ലോട്ട് ആയിരുന്നില്ല ഇത്. അത് കൊളംബിയ തന്നെ ഡിസേർവ് ചെയ്തിരുന്ന ഒരു സ്ലോട്ട് ആണെന്നാണ് എനിക്ക് ഇന്നത്തെ കളി കണ്ടപ്പോൾ തോന്നിയത്. പെനാൽറ്റി ഷൂട്ടൗട്ടിലാണ് സ്വിറ്റ്സർലൻഡ് ആയിട്ട് കൊളംബിയ പുറത്തു പോകുന്നത്. ഷൂട്ടൗട്ട് നമുക്കറിയാം, ഒരു ഭാഗ്യ പരീക്ഷണമാണ് എന്നുള്ളത് നമുക്കറിയാം. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. താങ്ക് യു.